ന്യൂ മോഡേൺ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു മോഡേൺ കിച്ചണിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. പ്യുർ വൈറ്റിൽ അലുമിനിയം PVC ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 10 വർഷം ഗ്യാരണ്ടിയുള്ള ഷീറ്റാണ്. ഏറ്റവും നല്ല ഹെവി സാധനം തന്നെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ട്രോളി യൂണിറ്റും അതുപോലെ തന്നെ 3 ഡ്രോയർ, ഒരു GTBT ലൈറ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ ടോപ്പിൽ ലൂവറൊക്കെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. വർക്ക് ഏരിയയിൽ ബീച്ച് കളർ സ്റ്റീൽ കോട്ടിങ്ങാണ് ചെയ്തിട്ടുള്ളത്. 3 ഡ്രോയറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റിഫിൻ്റെ സ്പൂൺ ട്രേ, ഒന്ന് കാലിയായിട്ടുള്ളൊരു ഡ്രോയർ, അതുപോലെ തന്നെ ഒന്ന് പ്ലേറ്റ് വെക്കാനുള്ളൊരു ഡ്രോയർ. ഉൾഭാഗത്ത് പരമാവധി തട്ടടിച്ചിട്ടുണ്ട്. വൈറ്റ് ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലായതുകൊണ്ട് തന്നെ വൈറ്റ് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. അതിൽ വെള്ളം തട്ടുന്ന ഏരിയയിൽ മാത്രം നമ്മൾ സ്റ്റീൽ കോട്ടിങ് ചെയ്താൽ മതി. ഇത് 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ SS-ൻ്റെ ഇഞ്ചസാണ്. അതുപോലെ തന്നെ SS-ൻ്റെ സ്ലൈഡർ ഒന്നും തുരുമ്പ് കയറിയോ മറ്റു കംപ്ലൈൻറ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. 10 വർഷം ഗ്യാരണ്ടിയാണ് തരുന്നത്. ഇത് ഏകദേശം 2 ദിവസം കൊണ്ടാണ് നമ്മൾ സൈറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാഴ്ച ഷോപ്പിൽ നിന്ന് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഇതുപോലെ അലുമിനിയം ചാനൽ ചെയ്ത് ഗ്രാനൈറ്റ് സെറ്റ് ചെയ്ത് തരും. ടൈൽ ടോപ്പ് നമ്മൾ പറയാറ് വൈറ്റാണ് കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ ഗ്രാനൈറ്റുമാണ്. ഫുള്ള് വൈറ്റ് ആയിട്ടുള്ള കാലി കിച്ചൺ നമുക്ക് കിട്ടിയാൽ ഇതുപോലെ ആദ്യം ഫ്രെയിം ചെയ്ത് നമ്മൾ തന്നെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈൽ ടോപ്പ് ആണെങ്കിൽ ടൈൽ ടോപ്പ് സെറ്റ് ചെയ്ത് തരും. ഇത് ഡബിളായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. ആദ്യം ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് പെയിൻറ്റ് വർക്ക് അതുപോലെ തന്നെ അപ്പോക്സ് ഒക്കെ ചെയ്ത ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാനൈറ്റ് കാര്യങ്ങളൊന്നും മുൻകൂട്ടി നമ്മൾ തട്ടി വർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് വെച്ചാൽ മതി. ലെക്സിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചുള്ളത്. ലെക്സിയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ലെക്സ് അല്ലെങ്കിൽ മരാക്കി, ഫ്ലെക്സിബിൾ, ഈ മൂന്നിലേതെങ്കിലും ഒരു ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. 3 10 വർഷം ഗ്യാരണ്ടിയാണ് കമ്പനി തരുന്നത്. കാരണം ഈ ഷീറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ പൊളിഞ്ഞ് വരുമോ കളർ ഫെയിൽഡായി ഒന്നും ചെയ്യില്ല. കാരണം പുതിയതായിട്ട് ഇറങ്ങിയ ഷീറ്റാണ്. നമുക്കിപ്പോഴാണ് അതിൻ്റെ ഒരു വർക്ക് പൂർണ്ണതയിലെത്തിക്കാൻ പറ്റിയത്. കാരണം ഈ ഷീറ്റ് ഇറങ്ങിയ ശേഷം വർക്ക് നല്ല ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വർക്ക് ഏരിയയിൽ ഓൾറെഡി തട്ടി വാർത്തതാണ്. അങ്ങനെ ബോക്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് വർക്ക് ഏരിയയിൽ ഫിനിഷ് ആയിട്ടില്ല. അതുകൊണ്ടാണ് വീട് നമ്മൾ രാത്രിയോടുകൂടി തന്നെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിരുന്നു. കിച്ചണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പറൊക്കെ വരച്ച് പിന്നീട് നമ്മൾ ഇത് ഏകദേശം ഒരാഴ്ച മുമ്പേ വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ കൊള്ളുന്ന തലേന്ന് വന്നിട്ട് ഇതിൻ്റെ പേപ്പറൊക്കെ വരച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. നമ്മൾ വർക്ക് ഫിനിഷ് ആയിന്. ഉൾഭാഗത്ത് ഗ്ലാസ്സിന് തട്ടായിട്ടുള്ളത് ട്രോളി യൂണിറ്റിൻ്റെ മുകളിൽ ഹൈഡ്രോളിക് വെച്ചിട്ടുണ്ട്. പ്രോലിഫ്റ്റ് അപ്കോൻ്റെ പ്രോലിഫ്റ്റാണ്. ക്വാളിറ്റി സാധനം തന്നെയാണ്. ഒരു GTBT പ്ലേറ്റ് റാക്ക് വെച്ചിട്ടുണ്ട്. 3 ഡ്രോയറാണ്. 3 SS സ്ലൈഡറിൻ്റെ കൊടുത്തിട്ടുള്ള 20 ഇഞ്ചാണ് ഉള്ളളവ് വരുന്നത്. ഏകദേശം നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് അവിടെ കിട്ടും. പിന്നെ പരമാവധി തട്ടും ഉൾഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഷീറ്റൊന്നും വിരിച്ചില്ല. കാരണം താഴെ ഷീറ്റ് വിരിച്ചാൽ ഈ ഉറുമ്പ് പാറ്റൊക്കെ കയറി കൂടാൻ സാധ്യത. നമുക്ക് ഇങ്ങനെ കാലി ഏരിയ ആയാൽ അത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. മാത്രമല്ല കോസ്റ്റ് നമുക്ക് വളരെ കുറക്കാൻ പറ്റും. മറ്റുള്ള ബോർഡ്, ഫോം ബോർഡ്, മൾട്ടിബോർഡൊക്കെ അപേക്ഷിച്ച് നേരെ പകുതി റേറ്റ് മാത്രമേ നമുക്ക് ഇതിന് വരുന്നുള്ളൂ. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ള സാധനം അങ്ങനെ ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഇതിന് ഗ്യാരണ്ടി വാറണ്ടിയൊക്കെ ഉണ്ട്. ഉൾഭാഗത്തൊക്കെ ഗ്ലാസ്സിന് തട്ട്, അതിൻ്റെ മുകളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ട് നമ്മൾ ചെയ്യും. ലൈറ്റ് വർക്കൊക്കെ മൊത്തത്തിൽ നമുക്കൊരു കണക്ഷൻ മാത്രം കിട്ടിയാൽ അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു തരും. നമ്മൾ സ്വന്തം നാട്ടിൽ തന്നെ ചെയ്ത വർക്കാണ്. മുകളിൽ UPVCൻ്റെ മുകളിൽ ലൂവർ കൊടുത്തിട്ടുള്ളത് മാർബിൾ ഫിനിഷ് ലൂവറാണ്. അത് ഒരു ഷോക്ക് വേണ്ടി കൊടുത്താണ്. ചുമരിൽ സിലിക്കോൺ വെച്ച് ഒട്ടിക്കുക ചെയ്യാം. അത് ആ ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൂവർ ചെയ്യുന്നത്. ദൂരെ നിന്ന് ഓപ്പൺ കിച്ചണൊക്കെ ആകുമ്പോൾ കുറച്ച് ഷോ കിട്ടണം. അതുപോലെ തന്നെ ആ വിൻഡോൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് കിട്ടും. പരമാവധി ചെറിയ ഷോ ഐറ്റംസ്, ഗ്ലാസ് ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ ഷോ വെച്ചാൽ ആ ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് നല്ല കാഴ്ചക്ക് കാണാനുണ്ടാവും. ഒരു ഭാഗത്ത് മൾട്ടിബോർഡ് വെച്ചിട്ട് ഓപ്പൺ കിച്ചൻ്റെ ഒരു ഓപ്പൺ ഏരിയ ഒന്ന് കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് പ്രൈവസി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു വാഷ് ബേസിന് മുകളിലായിട്ട് GTBT സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഡ്രോയറും അവിടെ വെച്ചിട്ടുണ്ട്. കാലി ഡ്രോയർ വെച്ചിട്ടുള്ളത്. കാരണം അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അക്സസറീസ് നമ്മൾ കൂടുതൽ സ്റ്റീൽ ട്രാക്കും കാര്യങ്ങളൊന്നും വലിയ പൈസ ഒന്നും കയറ്റിയിട്ടില്ല. കാരണം വെറുതെ അനാവശ്യമായിട്ട് ക്യാഷ് ചിലവാക്കിയിട്ട് കാര്യമില്ല. അതിനെക്കൊണ്ട് വലിയ ഉപയോഗമാണ്. അതിൻ്റെ അതേ ഉപയോഗം ഇവിടെ നമ്മൾ മറ്റുള്ള സ്റ്റോറേജിൽ ചെയ്തിട്ടുണ്ട്.
കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ ചെയ്യുന്നത്, അവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ടൈൽസ് വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിട്ടാകുമ്പോൾ വിളിക്കുക, അതിന് മുമ്പ് വിളിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ ചോദിച്ചാൽ നമ്മൾ റീപ്ലൈ തരുന്നതാണ്.